ക്രൈസ്തലോ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സഭാരാധനയായി നമുക്ക് ഒരുമിച്ച് കൂടുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കിയല്ലോ. ഇന്ന് വചന ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. 18-ാം സങ്കീർത്തനം 31-ാം വാക്യം. യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവം ഒഴികെ പാറയാരുള്ളൂ. സ്തോത്രം. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണെന്ന് അതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ? സ്തോത്രം. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ഹല്ലേലൂയ, ദാനിയേൽ എന്ന ബാലൻ ആ ക്രിസ്തുവിൽ, സ്തോത്രം, സത്യദൈവത്തിൽ അവൻ വിശ്വസിച്ച് നിന്നു. സ്തോത്രം. പലപ്പോഴും ഹല്ലേലൂയ ആത്മീയ ജീവിതത്തിൽ അങ്ങ് തടസ്സം വന്നപ്പോഴും താൻ ഹല്ലേലൂയ രാജാവ് നിർത്തിയ ബിംബത്തെ ആരാധിക്കാതെ, അന്യ ദൈവന്മാരെ നമസ്കരിക്കാതെ കർത്താവിൻ്റെ വചനത്തിൽ ഉറച്ചു നിന്നു എങ്കിൽ ഹല്ലേലൂയ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ദൈവം ഇറങ്ങി വരിക തന്നെ ചെയ്യും. പക്ഷേ നമ്മുടെ തീരുമാനം ഉറപ്പുവരുത്തിക്കൊണ്ട്, വിളിയിൽ ഉറപ്പുവരുത്തിക്കൊണ്ട്, കർത്താവ് നമ്മെ സെലക്ട് ചെയ്ത ആ സെലക്ഷൻ നാം ഓർത്തുകൊണ്ട് ക്രിസ്തുവിങ്കിൽ ഉറച്ചു നിൽക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ? സ്തോത്രം. നാം മാനുഷികമായി ചിന്തിക്കുന്നതിലപ്പുറമായി, സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവം ഒഴികെ പാറയാരുള്ളൂ. സ്തോത്രം. ആ ക്രിസ്തു എന്ന ഉറപ്പുള്ള ഹല്ലേലൂയ പാറയിൽ ആർക്കൊക്കെ ഉറച്ചു നിൽക്കുവാൻ സാധിക്കും? ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ വരുമ്പോൾ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ വരുമ്പോൾ, തകർച്ചകൾ വരുമ്പോൾ, ഹല്ലേലൂയ ഒറ്റപ്പെടുത്തലിന്റെ അനുഭവങ്ങൾ വരുമ്പോൾ, പലപ്പോഴും നാം ചിന്തിക്കാത്തതായ വേദനകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പലപ്പോഴും നാം ചിന്തിക്കും, നമ്മെ ശ്രദ്ധിക്കുവാൻ, നമ്മെ ഉറപ്പിക്കുവാൻ ആരെങ്കിലും, ഹല്ലേലൂയ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ, വഴുതിപ്പോകാതെ ഉറച്ചു നിൽക്കുവാൻ ക്രിസ്തു എന്ന പാറ മാത്രമേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ക്രിസ്തു എന്ന പാറയിൽ ഉറച്ചുകൊണ്ട് ഹല്ലേലൂയ ദിവസങ്ങളിലായിരിക്കുവാൻ ഒന്നോർക്കുക, ദൈവമല്ലാതെ ഹല്ലേലൂയ മറ്റൊരു വ്യക്തിയില്ല നമ്മുടെ വിഷമങ്ങൾ കാണുവാൻ. ദൈവമല്ലാതെ, ക്രിസ്തു എന്ന പാറയല്ലാതെ നമുക്കൊരു ഉറപ്പെന്ന് പറയുവാൻ വേറൊരു ഹല്ലേലൂയ ഹല്ലേലൂയ വേറൊരു സ്ഥാനം, വേറൊരു വ്യക്തി, വേറൊരു പ്രസ്ഥാനമില്ല. എന്നെ കേൾക്കുന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ പൈതലെ, ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, നാം ഈ ലോകത്തായിരിക്കുമ്പോൾ പലവിധമായ ഹല്ലേലൂയ അലകൾ നമ്മെ മൂടി മറയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ, പലപ്പോഴും നമ്മെ മുങ്ങിപ്പോകാതെ, ആ പ്രതികൂലത്തിൽ ആണ്ടുപോകാതെ നമ്മെ സംരക്ഷിക്കുന്ന മഹാദയയോർത്ത് ഇന്ന് പകൽക്കാലം ആർക്കൊക്കെ ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് ആരോഗ്യം തന്ന, നമുക്ക് ബലം തന്ന, നമ്മുടെ ഹല്ലേലൂയ കുടുംബത്തെ, നമ്മുടെ തലമുറയെ സംരക്ഷിച്ച ക്രിസ്തു എന്ന പാറമേല് ആർക്കൊക്കെ അഭയം നേടുവാൻ സാധിക്കും? ഇന്ന് പകൽക്കാലം അതിനായി ഹല്ലേലൂയ ശ്രദ്ധ ചെലുത്തുവാൻ, കർത്താവിന് പൂർണ്ണ മഹത്വം കൊടുക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ.